യോ വാട്ട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ കോമിക് ബുക്സ് ഒക്കെ ഒരുപാട് റിവ്യൂ എന്നാണ്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 007 ക്വാണ്ടം ഓഫ് സൊലൈസിൻ്റെ 007 ഗെയിമിനെ കുറിച്ചാണ് ഞാൻ എന്താ പറയാം ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അവിടെ ഒരു വൈറ്റ് ബോർഡ് കാണാം. നിങ്ങളുടെ വൈറ്റ് ബോർഡ് ഇവിടെ നിങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങളുടെ പേര് ഞാൻ ഇവിടെ എഴുതുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പേരെന്ന് പറയാം, കമൻറ്റിൽ പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഞാൻ എഴുതും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എന്താ പറയുക ക്വാണ്ടം ഓഫ് സൊലൈസിലോട്ട് വരാം. ക്വാണ്ടം ഓഫ് സൊലൈസ് 2008 ഇറങ്ങിയ ഒരു ഗെയിമാണ്. ഓക്കെ, 2008 ഇഫ് ഐ നോട്ട് മിസ്റ്റേക്ക്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. 2008 ഞാൻ ഇറങ്ങിയ ഒരു എന്താ പറയുക ഗെയിമാണ്. പക്ഷേ ഞാനിത് വാങ്ങിക്കുന്നത്, പക്ഷേ എനിക്ക് പണ്ടൊന്നും കമ്പ്യൂട്ടറില്ല. ഞാൻ കുഞ്ഞായ സമയത്ത് എന്താ പറയുക കമ്പ്യൂട്ടറോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഒരു ടൈമിൽ വാങ്ങിക്കുമ്പോഴേക്കും എൻ്റെ കസിൻസിൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറുണ്ട്. അപ്പോൾ ഞാൻ ഗെയിംസ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, കസിൻ്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ തുടങ്ങി. നമ്മൾ വളരെ സന്തോഷത്തോടെ എന്ന് പറയും ഗെയിം കളിക്കും. ഓക്കെ, അതൊക്കെ ഒരു കുഞ്ഞിലത്തെ ഒരു കാലഘട്ടം. പിന്നീട് എന്താ പറയുക, എനിക്ക് കമ്പ്യൂട്ടർ കിട്ടി. പിന്നീട് ഞാൻ എന്താ പറയുക പല കാര്യം പിന്നെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ എന്താ പറയുക എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇത് വാങ്ങിച്ച ടൈം എന്ന് പറഞ്ഞാൽ 2008 ഈ ഗെയിം ഇറങ്ങിയെന്നെങ്കിലും പക്ഷേ ഞാൻ വാങ്ങിക്കുന്നത് 2012 എപ്പോഴാണെന്ന് തോന്നുന്നത്. 2012 എപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം വാങ്ങിക്കുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് കണ്ട, ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ CD ആണ്. സാധാ നമ്മുടെ ഈ കണ്ണാപ്പി CD ഒന്നുമല്ല, പക്ക ഒറിജിനൽ വിൻഡോസിൻ്റെ എന്താ പറയുക CD ആണ്. ഇതിൽ റേറ്റ് വരുന്നത് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ റേറ്റ് കൊടുക്കാൻ ചാൻസ് കുറവാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഒരു 300, അതായത് 300-400 എങ്ങാണ്ടായിരുന്നു അന്നത്തെ റേറ്റ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ബുക്കും കൂടെ കാണിച്ചു തരാം. പിന്നെ കണ്ടോ, അത്യാവശ്യം നമ്മുടെ ഒരു ബുക്ക് ലൈൻ ഗൈഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ഒറിജിനൽ CDയുടെ ഒരു ലുക്കാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഒറിജിനൽ CDയുടെ ഒരു പക്ക ഒരു ലുക്ക് സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് പറയാനുള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് എല്ലാ കൺട്രോളും കാര്യങ്ങളും കണ്ടല്ല, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പായിട്ട് എന്ന് പറയുന്നത് കിടിലമായിട്ട് ഈ ഗെയിം വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എന്താ പറയുക ഒരു അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ആ ടൈമിൽ ഈ ഗെയിം കളിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേയും കറക്റ്റ് ആ സിനിമ നമ്മുടെ ഈ ക്വാണ്ടം ഓഫ് സൊലൈസിൻ്റെ കറക്റ്റ് ആ സിനിമ വെച്ചിട്ട് തന്നെയാണ് ഇവന്മാരുടെ എന്താ പറയുക ഈ ഗെയിം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നാലും ഗെയിം ഈസ് വൺ ഓഫ് ദ ഒരു കിടിലൻ ഗെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തോന്നുന്നു, റേറ്റ് 300-400 എന്താ റേറ്റ് ഇതിൻ്റെ അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഗെയിം ഈസ് പൊളി. ഇപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്താ പറയുക പൈസ കൊടുത്ത് ഇങ്ങനെ ഗെയിം വാങ്ങിക്കേണ്ട ആവശ്യമൊക്കെ വരുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ ഓൺലൈൻ എല്ലാം എന്താ പറയുക ഗെയിമുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഗെയിം പക്ഷേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇതുപോലെ ജസ്റ്റ് ഒരു കോപ്പി സ്വന്തമാക്കണമെന്നൊക്കെ പറഞ്ഞ് ചിലവർക്ക് ആഗ്രഹം കാണത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക ഇതുപോലത്തെ ഒരു കോപ്പി തീർച്ചയായിട്ടും വാങ്ങിക്കാം. അതിപ്പോൾ ആമസോണിൽ അങ്ങനെ വെച്ചാൽ എന്താ പറയുക അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് OLX-ലൊക്കെ എന്താ പറയുക പഴയ ഗെയിംസിൻ്റെയൊക്കെ ഇതുപോലത്തെ കോപ്പികളൊക്കെ കുറച്ച് ഒറിജിനൽ കോപ്പീസൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അന്ന് കണ്ടതൊക്കെ GTA ആയതുകൊണ്ട് കുറച്ച് ദിവസം മുമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം. പക്ഷേ നോക്കിയിട്ടൊക്കെ എടുക്കണം. ഓക്കെ, നോക്കിയിട്ടൊക്കെ എടുക്കണം. ഇതിൻ്റെ കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നോക്കിയിട്ട് വേണം എന്താ പറയുക OLX-ൽ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയിട്ട് വേണം എവിടെ നിന്ന് എടുക്കാൻ, നമ്മുടെ ആമസോണിൽ ഓൺലൈനിൽ നിന്ന് എടുക്കേണ്ടത്. കറക്റ്റ് എന്താ പറയുക നിങ്ങൾക്ക് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ജസ്റ്റ് ഒരു കോപ്പി ഇങ്ങനെ വച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരു കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഗെയിം എടുത്ത് നല്ലപോലെ എന്താ പറയുക പണി കിട്ടിയെന്ന് പറഞ്ഞാൽ പക്ക എന്താ പറയുക ഒരു ലോക്കൽ CD ആണത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് പറഞ്ഞാൽ വില കുറഞ്ഞെടുത്ത് കണ്ടപ്പോഴേക്കും ഞാൻ സത്യം എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയതാണ്. ഞാൻ വിചാരിച്ചു അയ്യോ ഇങ്ങനെയൊക്കെ ഇത്രയും വില കുറച്ചൊക്കെ ഗെയിം എന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ വീണ് പോയതാണ്. നിങ്ങളതുപോലെ വീഴാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സംഭവം എന്ന് പറഞ്ഞാൽ എടുക്കുവാൻ. ഓക്കെ, പക്ഷേ ഇപ്പോൾ അങ്ങനെ ആർക്കും അധികം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്ന്. എല്ലാവർക്കും ഓൺലൈൻ തന്നെ പെട്ടെന്നെല്ലാം ഗെയിം കിട്ടുന്നുണ്ട്. എല്ലാം ഫാസ്റ്റ് ക്യുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ കോപ്പി ആവശ്യമുള്ളവർക്ക് മാത്രം വേണ്ടിയാണ് ഞാൻ എന്താ പറയുക ഒരു കാര്യം കൂടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യം അങ്ങനെ ചെയ്യുക. പക്ഷേ ഗെയിം ഈസ് എന്താ പറയുക നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടാൽ തന്നെ മനസ്സിലാവും.
ഈ കറക്റ്റ് ഈ ഒരു പക്ക ഗ്രാഫിക്സ് ഇതിൽ കാണുന്ന അതേ ഒരു പക്ക ഗ്രാഫിക്സ് തന്നെ ഇതിനകത്തുണ്ട്. എനിക്ക് ഭയങ്കര അത്ര എന്താ പറയുക ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. കാരണം വെച്ചാൽ ഇതിനേക്കാളും കിടിലൻ ഗെയിമുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, ഇതിനേക്കാളും കിടിലൻ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം ഒരു എന്താ പറയുക ഇങ്ങനെ വാങ്ങിക്കുന്നുള്ള ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ എനിക്കത് ഒരിഷ്ടം കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാൽ നമ്മൾ ഈ വൈറ്റ് ബോർഡിൽ എഴുതുന്നതായിരിക്കും എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.